വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് 2 വീഡിയോ കാണേണ്ടതായിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മളിത് 2 ചാനലിലും ഒരുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ആണ് കേട്ടോ. റുമൈസ കിസ് അൻവർ എന്ന് പറയുന്ന ചാനലും ട്രൂത്ത് ഓൺലി വ്ലോഗ് എന്ന് പറയുന്ന ഈ ചാനലും. നമ്മൾ ഈ 2 ചാനലിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊരു കാരണമുണ്ട്. നമുക്കത് ഈ 2 വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഇതിലിപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മളെ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള KL ബിജു ബ്രോ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഷോർട്ട് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഈ ഒരു ജിമ്നി, ഈ ഒരു എൻഫീൽഡ്, ഈ ഒരു ഹോണ്ടിന്റെ സ്കൂട്ടി, ഈ വീട്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നതാണ്. അവിടുന്ന് മണിയേട്ടന്റെ സുഹൃത്തായ നാസിർ ഖാന്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മണിയേട്ടൻ നമ്മളും കൂടി ഒരു സ്ഥലത്ത് വന്നിട്ട് നറുക്കെടുപ്പിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആ നറുക്കെടുപ്പ് സമ്മാനമൊക്കെ കിട്ടി കേരളത്തിൽ, മലപ്പുറത്ത്, കോഴിക്കോട്, ഇങ്ങനെ നമ്മൾ കേരളത്തിലാണ് അധികം സമ്മാനം കിട്ടിയിട്ടുണ്ടായത്. ഇപ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ മണിയേട്ടൻ്റെ ഒരു സുഹൃത്ത് നാസിർ ഖാന്റെ വീട്ടിൽ ഇങ്ങനെ. നാസിർ ഖാൻ എങ്ങനെയാണ്? ഞാൻ മുമ്പ് പ്രവാസിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് കടത്തിൽ കുടുങ്ങിയത് കൊണ്ട് ഞാൻ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പാർട്ടി വരുന്ന് നമുക്ക് ഒത്ത റേറ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലായി. പിന്നെ എൻ്റെ ചങ്ങായിമാരും കുടുംബക്കാരും കൂടിയിട്ട് ഇതൊരു നറുക്കെടുപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സക്സസ് ആക്കി കൊണ്ടുപോകാമെന്നതിൻ്റെ ഉദ്ദേശം വെച്ചിട്ട് ഇപ്പോൾ വീട് ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ട്. 2400 സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ്. 5 ബെഡ്റൂം ഉണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് 3rd ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട്. 4th സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. 5 4 ഗ്രാം വെച്ച് സ്വർണ്ണ നാണയം കൊടുക്കുന്നുണ്ട്. പിന്നെ 25 പേർക്ക് ഓമം ഫ്ലാൻസ്. അപ്പൊ ഇത് നടക്കുന്ന പറഞ്ഞാൽ കർണാടകയിൽ കറക്റ്റ് സ്ഥലം കുഞ്ചില, നാപ്പോക്കിൽ കുഞ്ചില എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നറുക്കെടുപ്പിലേക്കുള്ള എല്ലാ ലീഗലായ പേപ്പറുകളും പഞ്ചായത്തിന്റെ എല്ലാ ഡോക്യുമെന്റും നമ്മളെ കയ്യിലാണ്. എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഓരോ കൂപ്പന് പൊരുത്തപ്പെട്ടിട്ട് എന്നെ സഹായിക്കാം. മാർച്ച് 30-നാണ് നറുക്കെടുക്കുന്നത്. 1000 രൂപയാണ് കൂപ്പന്. വാട്സപ്പിൽ വിട്ട് കഴിഞ്ഞെങ്കിൽ ഇതിന്റെ കൂപ്പന് ഞങ്ങൾ ആ വാട്സപ്പിലൂടെ ഫീഡ്ബാക്ക് പാക്കറ്റ് അയച്ചു തരും. എല്ലാവരും മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് എന്നെ സഹകരിക്കണേ. നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. അതുപോലെ തന്നെ KL ബിജു ബ്രോ ചെയ്തത് കൂടാതെ നമ്മളെ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളെല്ലാം ആ വീഡിയോയ്ക്കും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനിയും ഒരുപാട് കടമ്പകൾ കടന്ന് ഇനിയും മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടാനും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഈ കൂപ്പൺ വാങ്ങിച്ച് ഇവരെ മുന്നോട്ട്, അതായത് ഇവരിപ്പോൾ തളർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് ഇവരെ കൊണ്ടുവരണം. ആ കടങ്ങളെല്ലാം വീടി അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തി, അയാൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, ആ പഴയ ജീവിതം എങ്ങനെയായിരുന്നു ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കടമ്പയാണ് നമ്മൾ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുഞ്ഞാൻ പാണ്ടിക്കാട് ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അതും 14 സെന്റ് സ്ഥലത്തില് 5 ബെഡ്റൂമില് 2400 സ്ക്വയർ ഫീറ്റിലെ വീടും പോലെ നല്ലൊരു ജിമ്മിന്റെ വണ്ടിയിലാണ് ബുള്ളറ്റ്, അതേപോലെ ആക്റ്റീവ. വാടകയ്ക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്റെ കോലമാണ് ഞാൻ കണ്ടോളി. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ തൊട്ടടുത്ത സ്കൂള്, പള്ളി, മദ്രസ എല്ലാ സംഗതി നമുക്ക് ഞാളെ വിളിച്ച എന്താണ് സംഭവം, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒക്കെ ഇക്കാവരും. അതെ, എന്താ സംഭവം, എന്താണ് ഇത്ര ഇതിലൊക്കെ പറഞ്ഞ് കൊടുക്കാനുള്ള പരിപാടി എന്താണ് നമ്മൾ അറിയാത്തോണ്ട് ചോദിച്ചത്. സംഭവം കുറച്ച് കടത്തിലായിട്ട് നോക്കുമ്പോ ഒരു രക്ഷയില്ല. വിൽക്കാൻ വേണ്ടി നോക്കി വീട് നോക്കുമ്പോ ആകുന്നില്ല. അങ്ങനെ ഇതൊരു സ്കീമായിട്ട് നമ്മുടെ ചങ്ങായിമാരും കുടുംബക്കാരും തീരുമാനിച്ചിട്ട് ഇങ്ങനെ നമ്മള് തീരുമാനിച്ചിട്ട് വെച്ചു. ഇതിപ്പോ ലീഗലായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് പെർമിറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പൊ എത്ര ടിക്കറ്റാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഏകദേശം ഒരു 15000 ടിക്കറ്റ് നമ്മള് കൊടുക്കണം അല്ലെ? 15000 ടിക്കറ്റാണ് കൊടുക്കാല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് 1, 2, 3, 4 എത്ര ടിക്കറ്റ് വേണമെങ്കിലും നമ്മൾ തരും. പിന്നെ ഒരു മനുഷ്യൻ താന്ന് നിൽക്കുമ്പോ ആ ഒരാളെ ഉയർത്തി പിടിച്ച് അതാണല്ലോ നമ്മൾ നോക്കണ്ടത്. ഇതിപ്പോ വിറ്റിട്ട് പോണില്ല. അപ്പൊ എന്താ, ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി എന്താണ് നമ്മൾ ആൾക്കാരോട് പറയല്ല? എന്താണ് നിങ്ങൾക്ക് ആൾക്കാരോട് പറയാനെന്ന് പറഞ്ഞാല്, ഓരോ വ്യക്തിയും ഓരോ ടിക്കറ്റ് എടുക്കുമ്പോ പൊരുത്തപ്പെട്ട രീതിയിൽ പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് ഈ ടിക്കറ്റ് എടുത്ത് തരണം. അതുപോലെ തന്നെ എൻ്റെ വീടും ഞാൻ കൊടുക്കുന്ന ഈ വസ്തുക്കളും ഞാൻ പൊരുത്തപ്പെട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. എല്ലാവരും സഹായിക്കുക. ഇത് എനിക്ക് പറയാം. ഒരാളൊരു അവസ്ഥയാണ്. ഇപ്പൊ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കണ്ട് നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാർക്കൊക്കെ എത്തിച്ച. കാരണം ഈ സെന്റ് ഇതിപ്പോ എത്ര സെന്റാണ് ടോട്ടലില്? 14 സെന്റ് സ്ഥലമാണ്. കൺവേർഷൻ സ്ഥലം. 5 ബെഡ്റൂം ഉണ്ട്. 5 ബെഡ്റൂം, നല്ല വലിയ റൂമാണ്. 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്.
2400 സ്ക്വയർ. പിന്നെ ജിംനി പറഞ്ഞാല് സെക്കൻഡ് ഹാൻഡ് ഒന്നും കേട്ടോ, ഫ്രഷ് സാധനമാണ് നമ്മൾ തരാൻ പോകുന്നത്. വെറും 1000 ഉറുപ്പ്യന്റെ കേസുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യം ഏത് വൈക്കാണ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞില്ല. 1ാം സമ്മാനം ഇതാക്കണ് ഈ ഒരു വീടാണ്, 2ാം സമ്മാനം ജിംനിയാണ്, 3ാം സമ്മാനം പിന്നെ ബുള്ളറ്റാണ്, അതേപോലെ ആക്റ്റീവ് ഉണ്ട്. പിന്നെയും ഒരുപാട് സമ്മാനങ്ങളുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? 5 പേർക്ക് 4 ഗ്രാം സ്വർണ്ണമുണ്ട്. പിന്നെ 25 പേർക്ക് 5000 ഉറുപ്പ്യന്റെ പിന്നെ ഓമപ്ലെയിൻ ആ സാധനമൊക്കെ കിട്ടണ്ട. അപ്പൊ എന്തായാലും കാണില്ല, ഒരുപാട് സമ്മാനം. അല്ലാതെ വെറും ഒരു പെരയും പിന്നെ വണ്ടി മാത്രമല്ല കൊടുക്കണത്. സ്വന്തം സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ നാട്ടിലത്തെ എല്ലാവരും ഉണ്ട്, നമ്മളെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, 2 ആളും ഉണ്ട് ഇവിടെ. എന്താണ് നിങ്ങളുടെ പേര്? റസാഖ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇതാക്കുക ഒന്ന് പറഞ്ഞാണ്? ഇത് 1000 ഉറുപ്പ്യന്റെ ടിക്കറ്റാണ്. അപ്പോൾ പ്രവാസികൾക്ക് ഇതെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവർ വാട്സപ്പ് വഴിയായിട്ട് എൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ നിങ്ങളുടെ അഡ്രസ്സും പേരും മൊബൈൽ നമ്പർ ഇട്ടുവെന്നെങ്കിൽ ഈ ടിക്കറ്റ് ഞങ്ങൾ ഫീഡപ്പ് ആയിട്ട് നമ്മൾ അയച്ചു തരും. നമ്മളെ പ്രവാസികളാണെങ്കിൽ നമ്മളെ നാട്ടുകാരെല്ലാവരും ആണെങ്കിൽ നമ്മളെ ഒരാളിപ്പോ ഈ കയറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഉയർത്താനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് PDF എങ്ങാണ്ട് അയച്ചു. ഇതെന്നാണ് നറുക്കെടുക്കുന്നത് വെച്ചാൽ എന്നാണ് നറുക്കെടുക്കുക? അപ്പോ ഇത് മാർച്ച് 30 ഡേറ്റ് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മള് 15000 ടിക്കറ്റ് നമ്മൾ ടാർഗറ്റ് ആണ്. അത് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ നമ്മളിത് നറുക്കെടുക്കും. ഈ നറുക്കെടുക്കണ അന്നും നമ്മളിവിടെ വരും, നിങ്ങളെ മുന്നിൽ തന്നെ ലൈവായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കർണാടകയില് കൊടുക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് എവിടെ? കുഞ്ചിലത്താണല്ലോ. ഓക്കെ, അപ്പോ പിന്നെ കുഞ്ഞാനിക്ക ചെയ്ത വീഡിയോ നമ്മൾ കണ്ട്. അപ്പൊ കുഞ്ഞാനിക്ക പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ താഴ്ന്നു നിൽക്കുന്ന ആ ഒരു സമയമാണിപ്പോ. അവരൊന്ന് നമുക്ക് ഉയർത്തി എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഈ വീഡിയോ നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. 1000 രൂപ നമ്മൾ മുടക്കും, എന്തായാലും നമുക്കത് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് എന്തായാലും പഠിച്ചിടത്തുനിന്ന് കിട്ടും. പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയുന്ന എല്ലാവരും കൊടുക്കുക. അതുപോലെ തന്നെ കൂപ്പണിൽ ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ സമ്മാനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. വീട്, അതുപോലെ തന്നെ കാറ്, ബൈക്ക്, സ്കൂട്ടി, സ്വർണ്ണ നാണയം, അതുകൂടാതെ ക്യാഷ് പ്രൈസ്, അതുപോലെ തന്നെ ഹോം അപ്ലൈമെന്റ്സ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ പ്രവാസ ജീവിതം നയിച്ച് അവിടെ നിന്നും തിരിച്ചു വന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ഒരു വിജയം കാണാതെ ആയി വീടും സ്ഥലവും ജപ്തി ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമം തോന്നിയതിനു ശേഷം അത്രയും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇടപെട്ടിട്ടാണ് ഇങ്ങനൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇനിയും അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ അറിഞ്ഞിടത്തോളം എനിക്ക് ഏകദേശം ഒരു 1500 കൂപ്പണാണ് ആകെ ഇപ്പോൾ പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് കൂപ്പണുകൾ പോയാലാണ് അവരുടെ ആ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യം 15000 മിനിമം 15000 കൂപ്പണെങ്കിലും അവർക്ക് വിറ്റ് പോകണം. ഈ 15000 കൂപ്പൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 കോടി രൂപയോളം വിറ്റ് പോയാലാണ് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം അവിടെ നടക്കുകയുള്ളൂ. അപ്പൊ അത് റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം? വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവർ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുക. എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ എടുക്കുക. ഇപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കൊടുക്കുന്നത്. 4 രജിസ്ട്രേഷൻ ആയിട്ടുള്ള ജിമിനിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബുള്ളറ്റും സ്കൂട്ടിയും 4 ഗ്രാം സ്വർണ്ണ നാണയം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും 1000 മുടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ ബാക്കി നമ്മളെ ഭാഗ്യമാണ്. അതാണ് പറയുന്നത്, പൊരുത്തപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, മാക്സിമം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ചെയ്തു കൊടുക്കുക. പ്രവാസികളിലേക്ക് മാക്സിമം വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും ഈ കണ്ടന്റ് 2 ചാനലിലും ഒരുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സഹായിക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും അവരെ സഹായിക്കുക. പറഞ്ഞതുപോലെ കർണാടകയിൽ കുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരിപ്പോ ഈ വീടും ഈ പരിസരവും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഉള്ളത്. മാർച്ച് 30 അവരിങ്ങനൊരു നറുക്കെടുപ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പായി അവർക്ക് വേണ്ട ആ ഒരു ക്യാഷും കാര്യങ്ങളും കൂപ്പണും കാര്യങ്ങളും എല്ലാം വിറ്റ് അവർക്ക് സമാധാനമായി ഇനിയുള്ളൊരു ജീവിതം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൂടെ നിന്ന് കൈകോർത്ത് നിന്ന് അവരെ രക്ഷിക്കാം.
നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഓരോരുത്തർക്കും പ്രയാസങ്ങളുണ്ട്. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള അത്രയും ആയുസ് പ്രവാസ ജീവിതം നയിച്ച് അവിടുന്ന് തിരിച്ചു വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് എന്തെങ്കിലും കാരണവശ് അത് ഇല്ലാണ്ടായി പോകുന്ന സമയത്താണ് ഇതുപോലുള്ള കടബാധ്യതകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആ സമൂഹത്തിലുള്ള, അതായത് ആ മഹല്ലുകളിലുള്ള, ആ ഒരു പഞ്ചായത്തിലുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും, പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും, ഇത് നടത്താനുള്ള എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ കയ്യിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. നമ്മൾ ഇനി ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ഒരു മനുഷ്യന്റെ പ്രയാസം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ 1000 രൂപ ആ ഒരു കൂപ്പൺ എടുത്ത് സഹായിച്ച് 15,000 കൂപ്പൺ എത്രയും പെട്ടെന്ന് അവർക്ക് വിറ്റ് കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ എത്തട്ടെ. ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമം തോന്നി. കാരണം നമ്മൾ ഒക്കെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ കൊറോണ ടൈമിൽ എനിക്കൊക്കെ എൻ്റെ വർക്കൊക്കെ നഷ്ടപ്പെടാൻ കാരണം തന്നെ ആ ഒരു ടൈമാണ്. കൊറോണ ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് വർക്ക് എടുക്കാൻ പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കഴിയാണ്ട് മേടിച്ച് വെച്ച മെഷീനുകളും പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ കംപ്ലൈൻ്റ് ആയി പോവുകയും നമുക്ക് വർക്ക് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് വരികയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയം നമുക്ക് ആ ഒരു കൊറോണ കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി ഇപ്പോൾ വന്ന് എല്ലാം ഒന്ന് ക്ലിയർ ആയി വരുന്നുള്ളൂ. ആ ഒരു സമയം തൊട്ടേ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 3 വർഷമായിട്ട് ആ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു കടം വീടാനുള്ള ആ ഒരു വിലക്ക് ആ വീട് വിൽക്കാനും ആ ഒരു സ്ഥലം വിൽക്കാനും കഴിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു പ്രവൃത്തി ആ പഞ്ചായത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളും ആ മഹലിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളും നാട്ടുകാരും ചേർന്ന് ഇതുപോലൊരു കാര്യം ചെയ്തത്. ഈ നറുക്കിൽ വീഴുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു വീട്, 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട്, നല്ല ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു വീട്, ജിമിനി, നല്ല ഒരു കാറ് നമുക്ക് കിട്ടും. കാറല്ല, ജീപ്പാണ്, നമുക്കത് കിട്ടും. എല്ലാവർക്കും കിട്ടുമെന്നല്ല, ഭാഗ്യമുള്ള ആളുകൾ ആരാണോ അവർക്ക് എന്തായാലും ഇത് കിട്ടിയിരിക്കും. കാരണം എന്തായാലും ഇത് നറുക്കെടുക്കുന്ന സമയത്ത് അത്രയും ആളുകളെ മുമ്പിൽ വെച്ച് അത്രയും ആളുകൾക്ക് പ്രദർശനം കൊടുത്തുകൊണ്ട്, അതായത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുക. ഈ ഒരു എന്താ പറയുക, നറുക്കെടുക്കുക. അപ്പൊ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ 15,000 കൂപ്പൺ എത്രയും പെട്ടെന്ന് അവർക്കത് കൈകാര്യം ചെയ്ത് അത് വിറ്റ് പോകാനുള്ള മാർഗം നമ്മളിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് ആ പ്രയാസം, ആ മനസ്സിന്റെ വിഷമം മാറിക്കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന്റെ ആ ഒരു പ്രയാസം മാറട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ 2 ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചാനലിന്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഷെയർ ബട്ടൺ അടിച്ച് ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകൾ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെൻഷൻ ചെയ്ത് ലിങ്ക് വെക്കുക. കഴിയുന്ന ആളുകളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എന്താ പറയാ, ഒരുപാട് ഇഷ്യൂസ് നമ്മളിതിൽ സമൂഹത്തിൽ നടന്നു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിലൊരു ചെറിയൊരു കാര്യമായിട്ട് നമ്മളിതെല്ലാവരും എല്ലാവരും കാണാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.